അമ്മൂമ്മ മകനെ ഒന്ന് പരിചയപ്പെടുത്തിക്കേ. എല്ലാരും ചോദിച്ചു മകനെ എന്നാ പരിചയപ്പെടുത്താത്ത, പെമ്മക്കളെ രണ്ടുപേരെ കാണിച്ചല്ലോ എന്ന് പറഞ്ഞു. എന്റെ മകൻ വെല്ലിച്ചൻ എപ്പോഴാ പോയത് ആസാമില്? ആ അവന് 10-24 വയസ്സുള്ളപ്പം പോയില്ലേ. ആണോ? ജോലി കിട്ടിയാണോ പോയത്? 18 വയസ്സായപ്പോ പോയി. അന്നൊക്കെ അവിടെ ചെന്നാ ജോലി കിട്ടും, ഇപ്പൊ അവിടെയും കിട്ടുകയല്ല. നാട്ടിൽ നിക്കുമ്പോ മോൻ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നോ? ആരാ? വെല്ലിച്ചൻ. ആ, എന്നൊക്കെ കൃഷി ചെയ്യുമായിരുന്നു? പറമ്പിലോ ചീരയും കപ്പയൊക്കെ നടുവായിരുന്നു. എല്ലാ പണിയും ചെയ്യുമായിരുന്നു അല്ലേ? ഇനി വെല്ലിച്ചൻ എന്തെങ്കിലും ഒന്ന് പറയണം, പരിചയപ്പെടുത്തണം. അമ്മയുടെ 4 മക്കളില് ജീവിച്ചിരിക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. അമ്മ എന്റെ കൂടെയാണ് വർഷങ്ങളായിട്ട്. എവിടെയായിരുന്നു വെല്ലിച്ചൻ ജോലി ചെയ്തിരുന്നത്? ആസാമിലെ അരുണാചൽ പ്രദേശിലായിരുന്നു. എന്നായിരുന്നു ജോലി? PWD. ഓക്കെ. അപ്പൊ അമ്മുമ്മ വെല്ലിച്ചന്റെ കൂടെയാണ് ആസാമിലൊക്കെ വന്നത് അല്ലേ? എത്ര വർഷം നിന്നു? 6 മാസം. പിന്നെ നമ്മുടെ പേരമ്മ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആള് തന്നെയാണ്. പേരമ്മയുടെ അച്ഛൻ വീട് നമ്മുടെ അടുത്ത വീടായിരുന്നു. എന്റെ അച്ഛന്റെ വീട് ഇവിടെ അമ്മയുടെ ഒക്കെ വീടിന്റെ തൊട്ട് അടുത്ത വീടാണ്. ഞങ്ങൾ കൊച്ചിലേക്ക് അച്ഛൻ വീട്ടിൽ വെക്കേഷന് വരുമ്പോഴത്തേക്ക് ഇവരുടെ വീടിന്റെ മിറ്റം വലിയ മിറ്റാണ്. അപ്പൊ കളിക്കാനൊക്കെ നമ്മുടെ ഇവിടുത്തെ അന്ന് നമ്മുടെ വീടൊക്കെ പഠിപ്പുരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞങ്ങള് രോഹിണിയില്ലേ, അമ്മമ്മയുടെ ഇളയ മകളും ഞങ്ങളൊക്കെ കൂടെ ഞുണ്ട് കളിക്കുമായിരുന്നു മിറ്റത്ത്. ഒത്തിരി പിള്ളേര് ഞുണ്ടൊക്കെ കളിച്ചിട്ട് പിന്നെ കളിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇവിടെ പഠിപ്പുരയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടേക്ക് നമ്മൾ അതിന്റെ ആ തളത്തില് ഇങ്ങനെ അഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കൊണ്ട് തലയിട്ടിട്ട് തല ഊരാൻ പറ്റാതെ വന്നു. പക്ഷെ എനിക്ക് ഒച്ചിരത്തെ ഒരു ചെറിയൊരു ഓർമ്മയുള്ളൂ അതൊക്കെ. എന്നിട്ട് ആനും കട എന്റെ അമ്മ അന്നത്തേക്ക് അപ്പുറത്തൊന്ന് ഓടി വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്റെ കൊച്ചിന്റെ തലയകത്ത് പോയി എന്നിട്ട്. അപ്പൊ എല്ലാരും പിടിച്ചൊക്കെ വലിച്ചു നോക്കുമ്പോ ഒന്നും വരുന്നില്ല. അപ്പൊ ഈ ചേട്ടനൊക്കെ ചെറുത്, എനിക്ക് പക്ഷെ ഓർമ്മയില്ല. ചേട്ടൻ കല്യാണം കഴിയുമ്പോ ചേട്ടൻ പറയുന്നത് എന്നോട്, നിന്റെ തല അന്ന് നീ ഒരു വെള്ള പെറ്റിക്കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, തലയൊക്കെ ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട്, പക്ഷെ അന്നേരം വന്നില്ല. എന്നിട്ട് ആരാണ് പേരമ്മയുടെ തല? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചക്കുന്റെ ഒക്കെ അപ്പൂപ്പനുണ്ടായിരുന്നു. അത് എന്റെ അച്ഛന്റെ അമ്മാവന്റെ മക്കളാണ് അവര്. അപ്പൊ ആ അപ്പൂപ്പൻ വന്നാണ് എന്റെ തല ഇങ്ങനെ പൊക്കിട്ടെടുത്തത്. അപ്പൊ വെല്ലിച്ചനെ അന്നേരം മുതൽ അറിയാം. അപ്പൊ എനിക്ക് പക്ഷെ ഓർമ്മയൊന്നുമില്ല. പക്ഷെ കല്യാണമൊക്കെ എനിക്ക് ഓർമ്മയില്ല. ഞങ്ങള് കല്യാണമൊക്കെ പിന്നെ അവിടെ ഞങ്ങൾ വേറെ സ്ഥലത്തല്ലേ താമസിച്ചിരുന്നത്. പിന്നെ അവിടുന്ന് മദ്രാസിലൊക്കെ പോയി അവിടുന്ന് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ വെക്കേഷന് വന്ന സമയത്താണ് കല്യാണം ആലോചിച്ചത്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ വീട്ടിൽ വരുമ്പോ അന്നത്തെ പിന്നെ ഈ പഠിപ്പുരയൊക്കെ മാറിയില്ലേ. അന്നേരം ഇങ്ങനെ എനിക്ക് അന്നൊരു ചെറിയൊരു ഓർമ്മയുണ്ട് അവിടെ കൊണ്ട് തലയിട്ട്. ഞാൻ പറയാം, അന്ന് കുഞ്ഞിലേ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തലയിട്ട് ഞാനിവിടെ പെട്ടു. കല്യാണം ആലോചിച്ചപ്പോ ഇഷ്ടമായിരുന്നോ? നമ്മൾ അന്നേരം ആദ്യത്തെ കല്യാണാലോചനയാണ്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടം. അടുത്ത അറിയുന്ന ആൾക്കാരാണ്, അറിയുന്ന വീടാണ്. അങ്ങനെ